ലാസ്റ്റ് സെഷനിൽ നമ്മൾ സെക്ഷൻസ് 1 and 2 ആണ് നോക്കിയത്. ഇനി നമ്മൾ ചാപ്റ്റർ 1ലേക്ക് പോവാണ്. ചാപ്റ്റർ 1ന്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ acceptance and revocation of proposals. ഇതാണ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ. ചാപ്റ്റർ 1ല് സെക്ഷൻസ് 3 തൊട്ട് 9 വരെയാണ് ഉള്ളത്. ഇതിനു മുമ്പ് നമ്മൾ പ്രിലിമിനറീസ് ആണ് നോക്കിയത്. പ്രിലിമിനറീസിൽ 2 സെക്ഷൻസ് ആയിരുന്നു, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. സെക്ഷൻ 1 ഒരു ഷോർട്ട് ടൈറ്റിൽ ആയിരുന്നു, സെക്ഷൻ 2 ഇന്റർപ്രിട്ടേഷൻ ക്ലോസസ് ആയിരുന്നു. അതിലാണ് പ്രൊപ്പോസൽ എന്താണ്, ആക്സെപ്റ്റൻസ് എന്താണ്, പ്രോമിസ് എന്താണ്, പ്രോമിസർ ആരാണ്, പ്രോമിസി ആരാണ്, കൺസിഡറേഷൻ എന്താണ്, പിന്നെ അഗ്രിമെന്റ് എന്താണ്, പിന്നെ വോയിഡ് എഗ്രിമെന്റ്, കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, ഇതെല്ലാം അങ്ങനത്തെ 10 ഡെഫിനിഷൻസ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ക്ലോസിൽ നോക്കി. അതായിരുന്നു സെക്കൻഡ് സെക്ഷൻ. ഇനി ചാപ്റ്റർ 1ല് സെക്ഷൻ 3 തൊട്ട് സെക്ഷൻ 9 വരെ നോക്കും. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 സെക്ഷൻസ് ആണ്, സെക്ഷൻസ് 3, 4 and 5. അപ്പം സെക്ഷൻ 3, 4 and 5 എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇപ്പം എ ബിക്ക് ഒരു പ്രൊപ്പോസൽ കൊടുക്കുകയാണ്, ബി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രൊപ്പോസലിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ബി അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബി അത് എക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. ഇനി സപ്പോസ് എ ഒരു പ്രൊപ്പോസൽ ബിക്ക് കൊടുത്തു, എക്ക് ആ പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ റിവോക്ക് ചെയ്യാം? അതേമാതിരി ബി എക്ക് ആക്സെപ്റ്റൻസ് കൊടുത്തു, പക്ഷെ ബിക്ക് ആ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യണം. അത് എങ്ങനെ റിവോക്ക് ചെയ്യാം? അതിനൊരു ടൈം പീരിയഡ് സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ബെയർ ആക്ടില്. ആ ടൈം പീരിയഡിന്റെ ഉള്ളിൽ തന്നെ എക്ക് പ്രപ്പോസൽ റിവോക്ക് ചെയ്യണമെങ്കിൽ ആ ടൈം പീരിയഡിൽ തന്നെ റിവോക്ക് ചെയ്യണം. അതേമാതിരി ബിക്ക് എക്ക് കൊടുത്ത ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യണമെങ്കിൽ അതും ആ ഒരു പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ ടൈം പീരിയഡിന്റെ ഉള്ളിൽ തന്നെ റിവോക്ക് ചെയ്യണം. ആ ടൈം പീരിയഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് സെക്ഷൻ 3, 4, 5 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെക്ഷൻ 3 ഒന്ന് നോക്കാം. സെക്ഷൻ 3 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ചാപ്റ്റർ 1. ഇതിൽ സെക്ഷൻ 3 പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് നമുക്ക് ഹെഡിങ് നോക്കാം, കമ്മ്യൂണിക്കേഷൻ, ആക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ. അപ്പം ഇതാണ് സെക്ഷൻ 3. സെക്ഷൻ 3 ഈ കമ്മ്യൂണിക്കേഷൻ, ആക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ, ഇതിൽ ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, വെൻ കംപ്ലീറ്റഡ്. ഇതാണ് സെക്ഷൻ 4 പറയുന്നത്. എന്തിൻ്റെയൊക്കെ കമ്മ്യൂണിക്കേഷൻ? പ്രൊപ്പോസലിന്റെ ആണെങ്കിലും ശരി, ആക്സെപ്റ്റൻസിന്റെ ആണെങ്കിലും ശരി, റിവോക്കേഷന്റെ ആണെങ്കിലും ശരി. അപ്പം അത് എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 4 പറയുന്നത്. ഇനി സെക്ഷൻ 5 പറയുന്നത് റിവോക്കേഷൻ, വെൻ റിവോക്കേഷൻ ക്യാൻ ബി മെയ്ഡ്. വെൻ റിവോക്കേഷൻ ക്യാൻ ബി മെയ്ഡ്, അതാണ് സെക്ഷൻ 5 പറയുന്നത്. എ ബിക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തു, എപ്പോഴാണ് എക്ക് അത് റിവോക്ക് ചെയ്യാൻ പറ്റുക? അതേമാതിരി ബി എക്ക് കൊടുത്ത ആക്സെപ്റ്റൻസ് എപ്പോഴാണ് റിവോക്ക് ചെയ്യാൻ പറ്റുക? ഇനി ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാം, ആക്സെപ്റ്റൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇത് സെക്ഷൻ 7 ആൻഡ് സെക്ഷൻ 9 പറയുന്നത്. പിന്നെ സെക്ഷൻ 6 പറയുന്നത് റിവോക്കേഷൻ എങ്ങനെ ചെയ്യണം, റിവോക്കേഷൻ ഹൗ ടു ബി മെയ്ഡ്, എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ റിവോക്ക് ചെയ്യാൻ പറ്റുക. സെക്ഷൻ 6 ആണ് റിവോക്കേഷൻ, എങ്ങനെ റിവോക്കേഷൻ ചെയ്യണം എന്നുള്ളത് പറയുന്നത്. പക്ഷെ സെക്ഷൻ 5 പറയുന്നത് വെൻ റിവോക്കേഷൻ ഹാസ് ടു ബി മെയ്ഡ്. ഓക്കെ, സെക്ഷൻ 5 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എപ്പോഴാണ്, വെൻ, ഇപ്പൊ ഒരു പ്രപ്പോസലും ആക്സെപ്റ്റൻസും വെൻ റിവോക്കേഷൻസ് ഹാവ് ടു ബി മെയ്ഡ്, അതാണ് സെക്ഷൻ 5 പറയുന്നത്. സെക്ഷൻ 6 പറയുന്നത് ഹൗ റിവോക്കേഷൻ ഹാസ് ടു ബി മെയ്ഡ്. സെക്ഷൻ 5 പറയുന്നത് എപ്പം റിവോക്ക് ചെയ്യാൻ പറ്റും. സെക്ഷൻ 6 പറയുന്നത് എങ്ങനെ റിവോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 7 പറയുന്നത് ആക്സെപ്റ്റൻസ്. ഇപ്പം എ ബിക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ ബി അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ കൊടുക്കുന്ന ആക്സെപ്റ്റൻസ് എങ്ങനെയുള്ള ആക്സെപ്റ്റൻസ് ആയിരിക്കണം, അതാണ് സെക്ഷൻ 7 പറയുന്നത്. ആ ആക്സെപ്റ്റൻസിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ദ മാനർ ഇൻ വിച്ച് ഇറ്റ് ഹാസ് ടു ബി ആക്സെപ്റ്റഡ്, അത് സെക്ഷൻ 7 പറയും. പിന്നെ സെക്ഷൻ 8 പറയുന്നത്
ഏതൊക്കെ രീതിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് സെക്ഷൻ 8 പറയുന്നത്. പിന്നെ സെക്ഷൻ 9 പറയുന്നത് എത്ര ടൈപ്പ് പ്രോമിസസ് ഉണ്ട്. There are 2 types of promises, express and implied. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആദ്യത്തെ 3 മാത്രം ഡിസ്കസ് ചെയ്യാം, സെക്ഷൻസ് 3, 4 and 5. അപ്പൊ സെക്ഷൻ 3 നമ്മൾ എടുത്താൽ ഇതില് കീ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് ഓർ ഒമിഷൻ. ആക്ട് ഓർ ഒമിഷൻ, ഇതാണ് ഇതിലെ കീവേഡ്. അപ്പൊ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രപ്പോസൽ, ആക്സെപ്റ്റൻസ് ഓഫ് പ്രപ്പോസൽ ആൻഡ് റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ ആൻഡ് ആക്സെപ്റ്റൻസ് ആർ ഡീംഡ് ടു ബി മെയ്ഡ് ബൈ എനി ആക്ട് ഓർ ഒമിഷൻ. അതായത് ഇപ്പൊ എ ബിക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രപ്പോസൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ത്രൂ സം ആക്ട് ഓർ ഒമിഷൻ. അതേമാതിരി ബി അതിന്റെ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബൈ സം ആക്ട് ഓർ ഒമിഷൻ. ഈ ആക്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ലെറ്റർ ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം അടിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ട് അല്ലെങ്കിൽ ഒമിഷൻ ആണ് ആക്ച്വലി ഈ പ്രപ്പോസലിന്റെ ആണെങ്കിലും ആക്സെപ്റ്റൻസിന്റെ ആണെങ്കിലും റിവോക്കേഷന്റെ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദേ ആർ ഡീംഡ് ടു ബി മെയ്ഡ്, ദേ ആർ കൺസിഡേർഡ് ടു ബി മെയ്ഡ് ബൈ സം ആക്ട് ഓർ ഒമിഷൻ. അത്രേ ഉള്ളൂ. സെക്ഷൻ 3 വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ബൈ സം ആക്ട് ഓർ ഒമിഷൻ എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി സെക്ഷൻ 4ലാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. സെക്ഷൻ 4 പറയുന്നത് എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പൊ സെക്ഷൻ 4 പറയുന്നത് നമുക്ക് 3 സംഭവങ്ങളുണ്ട് ഇവിടെ. ഒന്ന് പ്രപ്പോസലിന്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. പ്രപ്പോസലിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് when it comes to the knowledge of the acceptor. അതായത് ആക്സെപ്റ്ററിന്റെ നോളേജിൽ വരണം. It has to knowledge of the acceptor. It has to come to the knowledge of the acceptor. അപ്പോഴാണ് പ്രപ്പോസലിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ആക്ടിൽ പറഞ്ഞിരിക്കുന്ന the communication of a proposal is complete when it comes to the knowledge of the person to whom it is made. എ ബിക്ക് ഒരു പ്രപ്പോസൽ അയക്കുകയാണ്. ആ പ്രപ്പോസൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, ബിന്റെ നോളേജിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രപ്പോസലിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് പ്രപ്പോസലാണ്. ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് വിൽ ബ്രാഞ്ച് ഔട്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. ആസ് എഗെയിൻസ്റ്റ് പ്രപ്പോസർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് നോക്കണം. 2 ആൻസർ ആണ്. ആസ് എഗെയിൻസ്റ്റ് പ്രപ്പോസർ അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ആസ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് 2 ആൻസർ ആണ്. അപ്പൊ ആസ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ when it comes to the knowledge of the proposer. When it comes to the knowledge of the proposer. അതായത് ബി എക്ക് ആക്സെപ്റ്റൻസ് കൊടുക്കുകയാണ്. അപ്പം ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ, ആസ് അഗെയിൻസ്റ്റ് ബി ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് അത് എന്റെ നോളേജിൽ വന്നു കഴിയുമ്പോൾ അപ്പം ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ ആ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയി. പക്ഷെ ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, അതിന് പറയുന്നത് when it is put in a course of transmission. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് വെച്ചാൽ when it is put in a course of transmission to him so as to be out of power of the acceptor. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസ്മിഷൻ ലൈനിൽ അവർ ഇടുകയും വേണം. പിന്നെ അയാളുടെ ആക്സെപ്റ്ററിന്റെ കൺട്രോളിൽ നിന്ന് അത് പോയിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ, ഔട്ട് ഓഫ് പവർ ഓഫ് ദ ആക്സെപ്റ്റർ. അതായത് ഇപ്പൊ ആക്സെപ്റ്റർ ഒരു ലെറ്റർ എടുത്ത് ലെറ്റർ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മതി. ഇട്ട് കഴിയുമ്പോൾ ആ ആക്ട് ലെറ്റർ ബോക്സിൽ ഇടുക എന്നുള്ളത് ആക്ട് that will amount to communication. Now he has put that letter in a course of transmission to the proposer. എന്ന് മാത്രമല്ല അത് ലെറ്റർ ബോക്സിൽ ഇട്ട് കഴിയുമ്പോൾ it has gone out of the power of the acceptor. അപ്പോഴാണ് അത് ആസ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ അത് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഇവിടെ ഇത് എന്തിനാണ് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിവോക്കേഷൻ ഇതിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇപ്പൊ റിവോക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമ്മൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ സെക്ഷൻ 5ലേക്ക് പോയി കഴിഞ്ഞാൽ റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പം ഒരു പ്രപ്പോസൽ എപ്പോഴാണ് റിവോക്ക് ചെയ്യാൻ പറ്റുക. ഈ പ്രപ്പോസൽ മേ ബി റിവോക്ഡ്
at any time before the communication of its acceptance is complete as against the proposer but not afterwards. ഇപ്പം ഒരു പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണം. പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണമെങ്കിൽ പ്രൊപ്പോസലിന്റെ റിവോക്കേഷൻ ഇത് എപ്പോൾ ചെയ്തിരിക്കണം? ബിഫോർ the communication of acceptance. Before the communication of acceptance is complete as against the proposer. As against the proposer. Or and not afterwards. ഇതാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ആക്സെപ്റ്റൻസിന്റെ റിവോക്കേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുക? ആക്സെപ്റ്റൻസിന്റെ റിവോക്കേഷൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൺ ബിഫോർ, മോള് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, ബിഫോർ the communication of acceptance, before the communication of acceptance is complete as against the acceptor. As against the acceptor and not afterwards. അപ്പോൾ ഇത് ഈ റിവോക്കേഷന്റെ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ആസ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ ആൻഡ് ആസ് അഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റർ. അപ്പം ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, സെക്ഷൻ 4 പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആൻ ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ ഒരു ഡേറ്റ് ആണ്, ആസ് അഗെയിൻസ്റ്റ് ദ ആക്സെപ്റ്റർ വേറൊരു ഡേറ്റ് ആണ്. ഈ ഡേറ്റ് ലിങ്ക് ചെയ്തിരിക്കുകയാണ് സെക്ഷൻ 5 റിവോക്കേഷൻ ആയിട്ട്. അപ്പം ഒരു പ്രപ്പോസൽ റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് മുമ്പേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡേറ്റ് ഏതാണ്? ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ ആൻഡ് നോട്ട് ആഫ്റ്റർവേർഡ്സ്. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് എക്ക് അയാളുടെ പ്രപ്പോസൽ റിവോക്ക് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി ബി എക്ക് തിരിച്ച് ആക്സെപ്റ്റൻസ് കൊടുക്കുകയാണ്. ആ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാനും ഒരു ടൈം പീരിയഡ് ഉണ്ട്. ആ ടൈം പീരിയഡ് ഏതാണ്? ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ ആക്സെപ്റ്റർ ആൻഡ് നോട്ട് ആഫ്റ്റർവേർഡ്സ്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പം അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അതായത് നമുക്ക് രാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. രാമിന് അയാളുടെ സ്ഥലം വിൽക്കണം. അപ്പൊ അയാൾ ഒരു ലെറ്റർ, രഘുവിനാണ് സ്ഥലം വിൽക്കേണ്ടത്. അപ്പൊ അയാള് ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ബോക്സിൽ. ഓക്കെ, ഇത് പോസ്റ്റ് ചെയ്യുന്നത് 1 ജനുവരി ഡേറ്റിന് രാം ഈ ലെറ്റർ ബോക്സിൽ ഇട്ടു. ലെറ്റർ ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞാൽ എന്താ? റാം ഹാസ് പുട്ട് ദ ലെറ്റർ ഇൻ എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദ അതർ പേഴ്സൺ. ലെറ്റർ ബോക്സിൽ ഇട്ട് കഴിയുമ്പോൾ നൗ ഇറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഹിസ് പവർ. ഓക്കെ, അങ്ങനെ ലെറ്റർ ഇവിടെ പോയി രഘുവിന്റെ അടുത്ത് എത്തി. രഘുവിന്റെ അടുത്ത് എത്തുന്നത് 5th ജനുവരിയിലാണ്. 5th ജനുവരിക്ക് രഘുവിന് ലെറ്റർ കിട്ടി. അങ്ങനെ രഘു ഇനി തിരിച്ച് ആക്സെപ്റ്റൻസ് കൊടുക്കണം. തിരിച്ച് ആക്സെപ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ 2 ദിവസം ആലോചിച്ചു. എന്നിട്ട് 7th ജനുവരിയില് അയാളുടെ വീട്ടിന്റെ അടുത്തുള്ള ലെറ്റർ ബോക്സിൽ ഇത് പോസ്റ്റ് ചെയ്തു. 7th ജനുവരിയിൽ പോസ്റ്റ് ചെയ്തു അയാളുടെ ആക്സെപ്റ്റൻസ്. അപ്പം ഈ രഘു 7th ജനുവരിയിൽ ഇത് ലെറ്റർ ബോക്സിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രഘു ഹാസ് പുട്ട് ഹിസ് ആക്സെപ്റ്റൻസ് in a course of transmission to Ram. Now it is out of power of Raghu. Okay, അതാണ് 7th ജനുവരി എന്നുള്ള ആ ഡേറ്റിന്റെ സിഗ്നിഫിക്കൻസ്. ഇനി ലെറ്റർ തിരിച്ച് അക്സെപ്റ്റൻസ് ലെറ്റർ രാമിന്റെ അടുത്ത് എത്തി. രാമിന് അത് കിട്ടിയത് 10th ജനുവരിന് കിട്ടി. Okay, so this is the whole story. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when is the proposal of Ram complete? When is the communication? When is the communication of the proposal
by Ram എന്ന് വേണമെങ്കിൽ by Ram. Communication of proposal. ഇത് ഏത് ഡേറ്റിനാണ് കംപ്ലീറ്റ് ആവുക? സെക്ഷൻ 4 ഇതിനുള്ള ആൻസർ ഉണ്ട്. സെക്ഷൻ 4 എന്താ പറഞ്ഞിരിക്കുന്നത്? The communication of a proposal is complete when it comes to the knowledge of the person to whom it is made. അപ്പൊ റാം രഘുവിനാണ് പ്രപ്പോസൽ കൊടുത്തത്. ഇതുവഴി പ്രപ്പോസൽ പോവാണ്. ഓക്കെ, 1-ാം തീയതി റാം പോസ്റ്റ് ചെയ്തു, രഘുവിന് 5-ാം തീയതി കിട്ടി. ഇത് ആക്സെപ്റ്റൻസ് ആണ്. വെൻ ഇസ് ദ പ്രപ്പോസൽ കംപ്ലീറ്റ്? രഘുവിന്റെ നോളജിൽ എപ്പോഴാണ് വന്നത്? 5th ജനുവരിയിലാണ് റാം രഘുവിന് കൊടുത്ത പ്രപ്പോസലിന്റെ നോളജ് കംപ്ലീറ്റ് ആവുന്നത്. സോ വെൻ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രപ്പോസൽ ബൈ റാം കംപ്ലീറ്റ്? ആൻസർ 5th ജനുവരി. ബിക്കോസ് 5th ജനുവരിയിലാണ് it has come to the knowledge of the person to whom it is made, or the person who has to accept it. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, when is the communication of acceptance complete? When is the communication of acceptance complete? Now it will branch out. As against the proposer. As against the proposer. ഇവിടുത്തെ പ്രൊപ്പോസർ ആരാണ്? റാം. ഓർ രണ്ടാമത്തെ ഉത്തരം, സോറി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആസ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ആസ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ, ഇവിടെ ആക്സെപ്റ്റർ ആരാണ്? രഘു ആണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്, രഘു 7-ാം തീയതി അയാളുടെ ആക്സെപ്റ്റൻസ് അയാളുടെ വീട്ടിന്റെ അടുത്തുള്ള പോസ്റ്റ് ബോക്സിൽ ഇട്ടു. അപ്പോൾ പോസ്റ്റ് ബോക്സിൽ ഇടുന്ന സമയത്ത് Raghu has put the acceptance in a course of transmission to Ram, and now it is out of power of Raghu. Okay, അപ്പം communication of acceptance as against proposer എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? സെക്ഷൻ 4 തന്നെ പറയുന്നുണ്ട്. As against acceptor ആണ് എളുപ്പം. So first we will answer this part of the question. When the communication of acceptance is complete, as against acceptor, അതായത് രഘു, ആക്ട് പറയുന്നത് when it comes to the knowledge of the proposer. എപ്പോഴാണോ റാമിന്റെ നോളജിൽ അത് വന്നത്, ആ ഡേറ്റിന് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആസ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ ദ ആൻസർ ഈസ് 10th ജനുവരി. അപ്പം രഘു പോസ്റ്റ് ചെയ്ത ലെറ്റർ, ആക്സെപ്റ്റൻസ് ലെറ്റർ റാമിന്റെ നോളജിൽ വന്നത് 10th ജനുവരിയിലാണ്. സോ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ. ആസ് എഗെയിൻസ്റ്റ് ദ ആക്സെപ്റ്റർ അത് 10th ജനുവരിയാണ്. ആസ് എഗെയിൻസ്റ്റ് പ്രൊപ്പോസർ എന്താണ്? ആക്ട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസർ when it is put in a course of transmission to him so as to be out of power of the acceptor. ആ ഡേറ്റ് ഏതാ? അതായത് ഏത് ഡേറ്റിനാണ് രഘു ഇത് കോഴ്സ് ഓഫ് ട്രാൻസ്മിഷനിൽ ഇട്ടത്? സോ ആസ് ടു ബി ഔട്ട് ഓഫ് ഹിസ് പവർ 7th ജനുവരി. 7th ജനുവരിയിലാണ് അയാൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് പ്രൊപ്പോസർ 7th ജനുവരിയാണ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ അത് 10th ജനുവരിയാണ്. നമുക്ക് എന്തിനാണ് ഈ ഡേറ്റ്സ് വേണ്ടത്? ഈ ഡേറ്റ്സിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് റിവോക്കേഷൻ വരുമ്പോഴാണ്. അതായത് സെക്ഷൻ 5 പറയുന്നത് നമുക്കൊക്കെയാണ്, ഇപ്പം രാമിന് അയാൾ കൊടുത്ത, രഘുവിന് കൊടുത്ത പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണം. സോ റാം ക്യാൻ റിവോക്ക് ഹിസ് പ്രൊപ്പോസൽ ബിഫോർ. അയാൾക്ക് അയാളുടെ പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണമെങ്കിൽ എപ്പം ഒരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിന് മുമ്പ് തന്നെ റിവോക്ക് ചെയ്യണം. നോട്ട് ആഫ്റ്റർവേർഡ്സ്. ഒരു ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. അത് സെക്ഷൻ 5 പറയുന്നുണ്ട്. സെക്ഷൻ 5 എന്താണ് പറയുന്നത്? രാമിന് അയാളുടെ ഒരു പ്രൊപ്പോസൽ കൊടുത്ത ആൾക്ക് അയാളുടെ പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ he can do it at any time before the communication of acceptance. ഇവിടെ ആക്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. before the communication of his acceptance is complete as against the proposer. അത് നമ്മളിവിടെ ഓൾറെഡി എഴുതി. എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്? ആസ് അഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസർ 7th ജനുവരിയാണ്. അപ്പം he has to revoke his proposal before 7th ജനുവരി. കാരണം 7th ജനുവരി ആണ് ആ ഡേറ്റ്.
ഏത് ഡേറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസർ ആൻഡ് നോട്ട് ആഫ്റ്റർവേർഡ്സ്. ഇത് കഴിഞ്ഞിട്ട് രാമിന് ഇത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് രഘുവിന് വേണമെങ്കിൽ അയാളുടെ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റും. രഘു ക്യാൻ റിവോക്ക് ഹിസ് ആക്സെപ്റ്റൻസ്. അതിനൊരു ഡേറ്റ് ഉണ്ട്. അത് ഏത് ഡേറ്റ് ആണ്? ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ. അതാണ് ആക്ട് പറയുന്നത്. അതായത് ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യണമെങ്കിൽ ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ. നേരെ മറിച്ച് പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഹിസ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസൽ. അപ്പൊ ഈ രണ്ട് ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 4 കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടായിട്ട് എഴുതിയത്. അപ്പൊ രഘുവിന് ക്യാൻ റിവോക്ക് ഹിസ് ആക്സെപ്റ്റൻസ് ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ ആക്സെപ്റ്റർ. ആ ഡേറ്റ് ഏതാണ്? 10th ജനുവരി. അപ്പൊ അയാൾക്ക് 10th ജനുവരിക്ക് മുമ്പ് അയാളുടെ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റും ആൻഡ് നോട്ട് ആഫ്റ്റർവേർഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ്. ഇത് സെക്ഷൻ 3, 4, 5 ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് സെക്ഷൻ 3 പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു പ്രൊപ്പോസൽ ആണെങ്കിലും ആക്സെപ്റ്റൻസ് ആണെങ്കിലും റിവോക്കേഷൻ ആണെങ്കിലും അതിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ സം ആക്ട് ഓർ ഒമിഷൻ. അതായത് ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ഒരു ടെലഗ്രാം അടിക്കുന്നതായിരിക്കാം, ഒരു ആക്ട് ഓർ ഒമിഷൻ. അത്രേ സെക്ഷൻ 3 പറയുന്നുള്ളൂ. സെക്ഷൻ 4 പറയുന്നത് എപ്പോഴാണ് ഒരു പ്രൊപ്പോസൽ കംപ്ലീറ്റ് ആവുന്നത്, പ്രൊപ്പോസലിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ ആസ് അഗെയിൻസ്റ്റ് പ്രൊപ്പോസർ ആൻഡ് ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. സെക്ഷൻ 5 പറയുന്നത് വെൻ റിവോക്കേഷൻ കൻ ബി മെയ്ഡ്. അതായത് ഒരു പ്രൊപ്പോസൽ ആണെങ്കിലും ഒരു ആക്സെപ്റ്റൻസ് ആണെങ്കിലും അത് റിവോക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ടൈം പീരിയഡ് ഉണ്ട്, വെൻ ഇറ്റ് ക്യാൻ ബി ഡൺ. അതാണ് സെക്ഷൻ 5 പറയുന്നത്. സെക്ഷൻ 6 പറയുന്നത് ഹൗ ഇറ്റ് ഹാസ് ടു ബി ഡൺ എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. പക്ഷെ സെക്ഷൻ 5 പറയുന്നത് അതിനൊരു ടൈം, വെൻ ഇറ്റ് ഹാസ് ടു ബി ഡൺ. റിവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ടൈം പീരിയഡ് ഉണ്ട്, ഏത് ഡേറ്റിന് മുമ്പ് റിവോക്ക് ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 5 പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് മിസ് ചെയ്തിട്ടുള്ള ഒറ്റൊരു കാര്യം കൂടെ ഉള്ളൂ. നമ്മൾ സെക്ഷൻ 4 നോക്കുമ്പം 3 കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊപ്പോസൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുള്ളത് റിവോക്കേഷന്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. റിവോക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് വെൻ ഇറ്റ് കംസ് ടു ദ നോളജ്. ഇപ്പം എ ബിക്ക് ഒരു പ്രൊപ്പോസൽ കൊടുത്തു. അപ്പൊ എ ആ പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണം. അപ്പം ആ റിവോക്കേഷൻ ഓഫ് പ്രൊപ്പോസൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, ബിനെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ് ആവുന്നത് അത് ബിന്റെ നോളജിൽ വരുമ്പോഴാണ്. ബട്ട് ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹു മേക്സ് ഇറ്റ്, ഇപ്പൊ എ ആണ് അയാളുടെ പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യുന്നത്. അപ്പൊ ആസ് അഗെയിൻസ്റ്റ് എ എപ്പോഴാണ് അത് റിവോക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്, when it is put in a course of transmission to the person to whom it is made so as to be out of power of the person to who makes it. അതിന് നല്ലൊരു എക്സാമ്പിൾ ഇവിടെ ബേറാക്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ എക്സാമ്പിൾ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എ അയാളുടെ പ്രൊപ്പോസല് റിവോക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ. എ ബിക്ക് ഒരു പ്രൊപ്പോസൽ കൊടുത്തു, അത് ഇപ്പൊ എ റിവോക്ക് ചെയ്യാണ്. എങ്ങനെയാണ് റിവോക്ക് ചെയ്യുന്നത്? ടെലഗ്രാം അയച്ചു. എ ബിക്ക് ഒരു ടെലഗ്രാം അയച്ചു. അപ്പം റിവോക്കേഷൻ ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് എ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, ആസ് അഗെയിൻസ്റ്റ് എ കംപ്ലീറ്റ് ആവുന്നത് when ടെലഗ്രാം ഇസ് ഡിസ്പാച്ച്ഡ്. ടെലഗ്രാം ഡിസ്പാച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആസ് അഗെയിൻസ്റ്റ് എ അത് കംപ്ലീറ്റ് ആവും. ആസ് അഗെയിൻസ്റ്റ് ബി അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, അത് when ബി റിസീവ്സ് ഇറ്റ്. ഓക്കെ, ഇനി ബി അയാളുടെ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യണം. ബി റിവോക്സ് ഹിസ് ആക്സെപ്റ്റൻസ് ബൈ ടെലഗ്രാം. അപ്പം ബിന്റെ റിവോക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, ആസ് അഗെയിൻസ്റ്റ് ബി when ടെലഗ്രാം ഇസ് ഡിസ്പാച്ച്ഡ്. ആൻഡ് ആസ് അഗെയിൻസ്റ്റ് എ അത് when it reaches him. ഇത് ആക്ച്വലി ഒരു സ്ലൈറ്റ്ലി കൺഫ്യൂസിംഗ് ആണ്. കാരണം നമ്മൾ റിവോക്കേഷനും ആക്സെപ്റ്റൻസും നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഇപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഒരു ആക്സെപ്റ്റൻസിന്റെ ഇപ്പൊ ബി എക്ക് ആക്സെപ്റ്റൻസ് കൊടുക്കുമ്പോൾ ആസ് അഗെയിൻസ്റ്റ് പ്രൊപ്പോസർ അത് കംപ്ലീറ്റ് ആവുന്നത് when it is put in a course of transmission to him. ബി അത് എപ്പോഴാണോ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ആസ് അഗെയിൻസ്റ്റ് പ്രൊപ്പോസർ അത് കംപ്ലീറ്റ് ആവുന്നത്.
പക്ഷെ ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ അത് കംപ്ലീറ്റ് ആവുന്ന വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദ പ്രൊപ്പോസർ. അതായത് ഇപ്പൊ ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഇപ്പൊ ബി എക്ക് ആക്സെപ്റ്റൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ആക്സെപ്റ്റൻസ് ആസ് അഗെയിൻസ്റ്റ് എ കംപ്ലീറ്റ് ആവുന്നത് ബി അത് ലെറ്റർ ബോക്സിൽ ഇടുമ്പോഴാണ്. ഇനി ആസ് അഗെയിൻസ്റ്റ് ബി ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് അത് എന്റെ നോളജിൽ വരുമ്പോഴാണ്. അങ്ങനെയാണ് ആക്സെപ്റ്റൻസിന്റെ കാര്യം പറയുന്നത്. പക്ഷെ റിവോക്കേഷൻ വരുമ്പോൾ നേരെ തിരിയും. അതായത് ഇവിടെ ആക്സെപ്റ്റൻസ് കണ്ടോ, ബിന്റെ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് ആസ് അഗെയിൻസ്റ്റ് എ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആസ് അഗെയിൻസ്റ്റ് എ കംപ്ലീറ്റ് ആവുന്നത് ഇപ്പുറത്തെ സൈഡിൽ ബി എപ്പോഴാണോ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഡേറ്റിനാണ്. ആസ് അഗെയിൻസ്റ്റ് ബി കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്റെ നോളജിൽ എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ്. പക്ഷെ റിവോക്കേഷന്റെ കേസിൽ അങ്ങനെയല്ല. റിവോക്കേഷന്റെ കേസിൽ എയും ബിയും ഉണ്ട്. എ ബിക്ക് ഒരു ടെലഗ്രാം അയച്ചു, ബിക്ക് ഒരു ടെലഗ്രാം അയച്ചു. ഇതൊരു റിവോക്കേഷൻ ആണെങ്കിൽ ആസ് അഗെയിൻസ്റ്റ് എ എപ്പോഴും അത് കംപ്ലീറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. ഇവിടെ തന്നെ എ അത് ദ മൊമെന്റ് ഇറ്റ് ഈസ് ഡിസ്പാച്ച്ഡ് ആസ് അഗെയിൻസ്റ്റ് എ റിവോക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ആസ് അഗെയിൻസ്റ്റ് ബി എപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്? അയാൾക്ക് ആ ടെലഗ്രാം കിട്ടുമ്പോഴാണ്. അപ്പം ആസ് അഗെയിൻസ്റ്റ് ബി കംപ്ലീറ്റ് ആവുന്നത് ഇവിടെ തന്നെ അയാളുടെ നോളജിൽ അത് വരുമ്പോൾ അയാൾക്ക് അത് കിട്ടുമ്പോഴാണ്. ആസ് അഗെയിൻസ്റ്റ് എ അത് കംപ്ലീറ്റ് ആവുന്നത് അത് ഡിസ്പാച്ച് ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇവിടെ തിരിയുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആസ് അഗെയിൻസ്റ്റ് എ കംപ്ലീറ്റ് ആവുന്നത് ബി അത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ്. നേരെ വെച്ച് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആസ് അഗെയിൻസ്റ്റ് ബി കംപ്ലീറ്റ് ആവുന്നത് അത് എന്റെ നോളജിൽ വരുമ്പോഴാണ്. അപ്പൊ ആക്ച്വലി ഇത് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഇറ്റ്സ് എ ബിറ്റ് കൺഫ്യൂസിങ്. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഓക്കെ, അപ്പം ഞാനിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ 3 സെക്ഷൻസ് നോക്കിയത് 3, 4, 5. അടുത്തതിൽ നമുക്ക് 6, 7, 8, 9 നോക്കാം. ഓക്കെ.